കുടുംബക്കാർ അള്ളാഹുർക്ക് റാഹത്തും സലാമത്തും എത്തി കൊടുക്കട്ടെ. ഇരിക്കട്ടെ, അതിഥികളെ സൽക്കരിക്കുന്ന രൂപത്തില് ഭാവത്തില് നല്ല സൗന്ദര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലേ? അതിനൊക്കെ അള്ളാഹു തആല വലിയ പ്രതിഫലം തരും. അതേ സമയത്ത് പരിഷ്കാരം എന്ന നിലക്ക് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പരിഷ്കാരം എന്ന നിലക്ക് ചില നാടുകളിലൊക്കെ ഉമ്മമാരെ കല്യാണത്തിന് ഒരു പുളിച്ച സംസ്കാരം വന്നിട്ടുണ്ട്. 1000-2000 ഒക്കെ ആൾക്കാരെ കല്യാണത്തിന് വിളിക്കുന്നു. സൗകര്യം പോലെ വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് തോനെ വിളിക്കേണ്ടി വരും, ചിലർക്ക് കുറച്ചാളെ വിളിക്കേണ്ടി വരും. വിളിച്ച ആളുകളെ മാന്യമായി ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഓരോരുത്തരുടെ കയ്യിലും പ്ലേറ്റ് കൊടുത്തിട്ട് ക്യൂ നിർത്തുകയാണ്. എന്നിട്ട് ആ ചെമ്പന്തങ്ങ് വാരിയിട്ട് സൗകര്യത്തിലെടുത്ത് നിന്നിട്ടോ ഇരുന്നിട്ടോ കടന്നിട്ടോ ഭക്ഷണം കഴിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, അതേറ്റവും വലിയ നിന്യതയാണ്. അതിഥിയോട് ചെയ്യുന്ന അനാദരവാണ്. അങ്ങനെയല്ല ഇക്റാമ്, അങ്ങനെയല്ല ബഹുമാനം. അതിഥിയോട് കാണിക്കേണ്ട ബഹുമാനം ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിമൽ മുക്രമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിജിലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ മനുഷ്യവേഷത്തിലായിട്ട് ആതിഥേയരായിട്ട് അതിഥികളായിട്ട് മലക്കുകൾ വന്നു. മനുഷ്യവേഷത്തിലാ വന്നത്. അവരോട് സലാം പറഞ്ഞ് നേരെ അവരെ സൽക്കരിക്കുന്നു. പെട്ടെന്ന് നേരം വൈകിട്ടില്ല, ഫറാഗ, പെട്ടെന്ന് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം ഒരുക്കി. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയ്യിൽ ഇങ്ങനെ ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് അവരെ മുന്നിൽ വെച്ചു കൊടുത്തു, സൽക്കരിച്ചു. അവരോടങ്ങെടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞതല്ല. അങ്ങനെയാണ് ആദരവ്, അങ്ങനെയാണ് ബഹുമാനം. മറ്റേത് പാശ്ചാത്യൻ സംസ്കാരമാണ്, അതങ്ങോട്ട് വലിച്ചെറിയേണ്ടതാണ്. വിശുദ്ധ ഇസ്ലാമിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരിടത്തേക്കും അത് കയറ്റിക്കൊണ്ടുവരാവതല്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മുമ്പൊരു വീട്ടിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്, അതൊരു ഫാഷനായി തോന്നിയിട്ടുണ്ട് എന്ന നിലക്ക് ആ ഫാഷൻ ഒന്നും സ്വീകരിക്കേണ്ടതില്ല. ഇവിടെ ഈ ചെയ്യുന്ന സുന്നത്തായ അമലില്ലേ, ഈ ളിയാഫത്ത്, അത് പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലാകണം. അതിന് പറ്റിയ രൂപഭാവങ്ങളാണ് അവിടെ സ്വീകരിക്കേണ്ടത്. ആ സുന്നത്ത് തള്ളപ്പെടാൻ ഒരിക്കലും ഒരു നിഷിദ്ധമായ മാർഗങ്ങളും അരങ്ങേറിക്കൂടാ. അത് വളരെ കാർക്കശ്യബോധത്തോടെ ശ്രദ്ധിക്കണം. വൽ ഇഹ്സാൻ, സുന്നത്തുകൾ നന്നാക്കിയെടുക്കണം.